ഇത് നടക്കുന്നത് 1977 നമ്മളിപ്പോൾ കാണുന്ന ആപ്പിൾ ലോഗോ, ഒരു ഭാഗം കടിച്ച ആപ്പിൾ ലോഗോ, എന്താണ് അതിന് ഇത്രമാത്രം വില? അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഒരു ഭാഗം കടിച്ചൊരു ആപ്പിൾ ലോഗോ? അവർക്ക് എന്തുകൊണ്ടാണ് ഒരു മുഴുവനായിട്ടുള്ള ആപ്പിൾ ലോഗോ വെക്കേണ്ടത്? അങ്ങനെ കുറേ നിരവധിയായ ചോദ്യങ്ങളുണ്ട് ഒരു ആപ്പിൾ ലോഗോയുടെ ചിഹ്നത്തിന് പുറകെ. അതിൻ്റെ പുറകെയുള്ള കോൺസ്പിറസി തിയറികൾ അത് നമ്മളിന്ന് റിവീൽ ചെയ്യാണ്. ദിസ് Abin Xavier ഫ്രം എവറിത്തിങ് യു വാണ്ട് ടു നോ അബൌട്ട് ആപ്പിൾ. 1977 സ്റ്റീവ് ജോബ്സ് അവരുടെ കമ്പ്യൂട്ടർ ഇടാൻ വേണ്ടി ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് കൊടുത്തു. പക്ഷേ അവരുണ്ടായിക്കൊണ്ടു വന്ന ലോഗോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാവും. കാരണം ഒരു ആപ്പിൾ ട്രീൻ്റെ താഴത്ത് ന്യൂട്രൺ ഇരിക്കുന്ന ഒരു വലിയ യമണ്ടൻ ലോഗോ ആണ് അവരുണ്ടായിക്കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച പോലെ ഇത് കുറച്ച് ഓവറല്ലേന്ന് നമ്മുടെ സ്റ്റീവ് ജോബ്സും തിങ്ക് ചെയ്തു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോബ് ജാനോഫ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ലോഗോ ക്രിയേഷൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നത്. ഇയാൾ വെറും നിസാറിനല്ലട്ടാ, ആ സമയത്ത് ഇൻഡൽ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ബ്രാൻഡിങ് തന്നെ ചെയ്തത് ഈ ഒരു വ്യക്തിയായിരുന്നു. ഈ പുള്ളിക്കാരനോട് സ്റ്റീവ് ജോബ്സ് ആകെ ഒറ്റ റിക്വസ്റ്റേ പറഞ്ഞുള്ളൂ, ഡോണ്ട് മേക്ക് ഇറ്റ് ക്യൂട്ട്. കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു ലോഗോ, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി പറഞ്ഞ ലോഗോ കുറച്ച് ഓവറായിരുന്നു. അതുകൊണ്ട് സിംപ്ലിസിറ്റിയും പക്ഷേ എലഗൻറ്റ് വരയ്ക്കണമായിരുന്നു. അങ്ങനെ ജാനോഫ് നമ്മുടെ ആപ്പിൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ തുടക്കം തന്നെ അയാൾ ചിന്തിച്ചു ടൈപ്പോഗ്രാഫിയുടെ ഒരു ലോഗോ വേണ്ട. കാരണം ആ സമയത്ത് തന്നെ സാംസങ്, IBF, അതേപോലെ HP ഇതൊക്കെ ടൈപ്പോഗ്രാഫിയാണ്. അതിൽ നിന്ന് വേർതിരിഞ്ഞ് ഒരു ഇമേജ് ലോഗോ ഉണ്ടാക്കണമെന്ന് അയാൾ ഉറപ്പ് വരുത്തി. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ആപ്പിൾ ലോഗോയിലേക്ക് അയാൾ തിങ്ക് ചെയ്തത്. പക്ഷേ അവിടെയും അയാൾക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ജാനോഫ് ഒരു ഫുൾ സൈസ് ആപ്പിളിൽ ചെറിയൊരു ബൈറ്റ് കൊടുത്തു, ചെറിയൊരു കടി. ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ നമ്മൾ സ്റ്റീവ് ജോബ്സിനെ കാണിച്ചപ്പോൾ അയാൾ ഒറ്റവാക്കി പറഞ്ഞത് ഓക്കെ ഇറ്റ്സ് നൈസ് എന്നായിരുന്നു. കാരണം അവരിറക്കാൻ പോകുന്ന കമ്പ്യൂട്ടറിൽ ആ ഒരു സിമ്പിൾ സൂപ്പറായിട്ട് വന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്പിൾ ലോഗോയിൽ 6 സ്ട്രൈപ്പുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തു. ഈ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാനും ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വേറൊരു മെഷീൻ കൊടുക്കാത്ത കളർ ഡിസ്പ്ലേ നമ്മുടെ ആപ്പിളിലെ കമ്പ്യൂട്ടറിലായിരുന്നു വന്നത്. പക്ഷേ ഈ ഒരു ആപ്പിൾ ബൈറ്റ് ചെയ്ത ലോഗോയിൽ ഒരു കോൺസ്പിറസി തിയറിയും ഒരു മിത്തും ഒളിഞ്ഞു കിടന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്പിൾ ബൈറ്റ് ചെയ്താൽ അതിൻ്റെ സ്പെല്ലിങ് ചെയ്യുകയാണെങ്കിൽ BITE എന്നാണ് കണക്കൂട്ടുള്ളൂ. പക്ഷേ ടെക് ഇൻഡസ്ട്രിയിൽ അത് BYTE എന്നായിരുന്നു. എന്ന് കരുതിയാൽ അതൊരു മെമ്മറി ആയിരിക്കും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന KB, MB, GB ഇതെല്ലാം ഒരു ബൈറ്റിലായിട്ടാണ് കണക്കൂട്ടുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കോൺസ്പിറസി തിയറിയുമല്ല, മിത്തുമല്ല എന്ന് ജാനോഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഇതെല്ലാം ഒരു സിമ്പിൾ കോയിൻസിഡൻസ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അത് അവസാനിപ്പിച്ചു. പക്ഷേ ഈ ഒരു ലോഗോ വന്നതോടെ വേൾഡ് വൈഡ് ഈ ഒരു ലോഗോ നമുക്ക് ആപ്പിളാണെന്ന് തിരിച്ചറിയാൻ പറ്റി. ആപ്പിൾ യൂസേഴ്സിന് വലിയൊരു ഐക്കോണിക് സിമ്പിളായിട്ടും അത് തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇനിയും ഹെൽപ്ഫുള്ളായ കുറേ ടിപ്സ് വരുന്നുണ്ട്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.